ചൂടുള്ള വാർത്ത വരുന്നു. ചൂടുള്ള വാർത്ത എന്ന് വെച്ചാൽ ജോസ് കെ മാണി. കേൾക്കുന്നതെല്ലാം സത്യമെങ്കിൽ ജോസ് കെ മാണി LDF മുന്നണി വിടാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള ചില സൂചനകൾ ഇപ്പോൾ പുറത്തു. ജോസ് കെ മാണിക്ക് മനം മാറ്റമുണ്ട് എന്നുള്ളതിന്റെ സൂചനകൾ. LDF മധ്യമേഖല ജാഥയിൽ അനിശ്ചിതത്വമാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത. ജാഥ നയിക്കാനില്ലെന്ന ജോസ് കെ മാണി നേതൃത്വത്തെ അറിയിച്ചു. പകരം N ജയരാജിന്റെ പേര് നിർദ്ദേശിച്ചതായും സൂചന. ജോസ് കെ മാണിയുടെ നീക്കത്തിൽ CPM-ന് അതൃപ്തി എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. ജോസ് ഇല്ലെങ്കിൽ ജാഥ ക്യാപ്റ്റൻ സ്ഥാനം CPM ഏറ്റെടുത്തേക്കും. കേരള കോൺഗ്രസ് M മുന്നണി വിടുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ജോസ് കെ മാണിയുടെ നീക്കം. സുനിൽ ഐസക്കുണ്ട വിവരങ്ങൾ നൽകാനായി. സുനിൽ, അപ്പോൾ മധ്യമേഖല ജാഥ ക്യാപ്റ്റനാകാനില്ല എന്ന് ജോസ് കെ മാണി അറിയിച്ചിരിക്കുന്നു. ഇന്നലെ കേന്ദ്രത്തിനെതിരായ സമരം നടക്കുമ്പോൾ മന്ത്രിമാരും MLA-മാരും ഒക്കെ പങ്കെടുത്ത വേദിയിലും ജോസ് കെ മാണിയെ കാണാഞ്ഞത് വലിയ തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്കിടയാക്കുന്നുണ്ട്. ജോസ് കെ മാണിയുടെ പുതിയ നീക്കത്തിൽ ശക്തമാകുന്ന അഭ്യൂഹങ്ങൾ. ജോസിനൊരു മനം മാറ്റമുണ്ട് എന്ന് പറയത്തക്ക കാരണങ്ങൾ ഇപ്പോഴുണ്ടോ? ജിൽസി സൈഫു, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ഒരു വിഭാഗം, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ഒരു വിഭാഗം മുന്നണി വിടുന്നത് സംബന്ധിച്ചുള്ള ചില ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. അതായത് ഇനി LDF-നൊപ്പം നിന്നിട്ട് കാര്യമില്ല എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചിരുന്നു. മാത്രമല്ല, അതിൽ ചില ഇടപെടലുകൾ കൂടി, ചില സമ്മർദ്ദങ്ങൾ കൂടി ഉണ്ടായതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിൽ പ്രധാനമായും ഒരു പ്രമുഖ സഭാ നേതൃത്വം ഈ വിഷയത്തിൽ ഇടനിലം നിന്ന് സംസാരിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി പുറത്തു വന്നിരുന്നു. അതായത് ഇനിയും LDF-നൊപ്പം നിൽക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ, സംരക്ഷിക്കാൻ സഭ ഉണ്ടാകില്ലെന്ന് സഭയുടെ പ്രധാനപ്പെട്ട ചില ആളുകൾ തന്നെ ജോസ് കെ മാണിയെ നേരിട്ട് അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോഴും ജോസ് കെ മാണി അടക്കമുള്ള ആളുകൾ ഈ അഭ്യൂഹങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ് ചെയ്തത്. എന്നാൽ അതിനിടയിലാണ് മറ്റ് ചില നീക്കങ്ങൾ കൂടി UDF-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. അതിൽ പ്രധാനമായും കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ചില നേതാക്കൾ ഈ വിഷയത്തിൽ മധ്യസ്ഥരായി ഇടപെടുകയും ജോസ് കെ മാണി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുമായി ആശയവിനിമയം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് പരസ്യമായി UDF കൺവീനർ മാത്രമാണ് തുറന്നു പറഞ്ഞതെങ്കിൽ കൂടിയും മറ്റ് നേതാക്കൾ അടക്കമുള്ളവരുടെ, അതായത് കോൺഗ്രസ് ഹൈക്കമാൻഡ് അടക്കമുള്ളവരുടെ കൃത്യമായ നിർദ്ദേശമനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ കൂടി ആശീർവാദത്തോടും അനുമതിയോടും കൂടിയാണ് മാണി വിഭാഗത്തെ തിരികെ കൊണ്ടുവരാനുള്ള ചർച്ചകൾക്ക് തുടക്കമായത് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് ഏത് തരത്തിലും അടുത്ത തവണ UDF കേരളത്തിൽ അധികാരത്തിലെത്തണം. അതിന് ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ആവശ്യമെങ്കിൽ അത് വേണം എന്ന നിലപാടാണ് ഹൈക്കമാൻഡിനും ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് പക്ഷേ ജോസഫ് വിഭാഗം വലിയ എതിർപ്പുമായി രംഗത്തെത്തുന്നത്. അതിൽ ചില സീറ്റുകളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളൊക്കെയാണ്. കാരണം കഴിഞ്ഞ തവണ 10 സീറ്റുകളിലാണ് ജോസഫ് വിഭാഗം മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് M വന്നാൽ ഒരുപക്ഷെ ആ സീറ്റുകളുടെ, മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം കുറയുന്ന അടക്കമുള്ള വിഷയങ്ങളുണ്ട്. മാത്രമല്ല, അതിനിടെ ഒരിക്കൽ ഇട്ടിട്ട് പോയ മാണിയെ വീണ്ടും തിരികെ എത്തിക്കുന്നതിനെതിരെ കോട്ടയം DCC നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ചില വിമർശനങ്ങൾ അടക്കം ഉയർന്നു വരികയും ചെയ്ത കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ അനുനയിപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ ഇതിനിടയിൽ തന്നെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാണി വരുന്നതിലുള്ള എതിർപ്പ് ജോസഫ് വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് കുറഞ്ഞിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, കോട്ടയം DCC-യോട് ഇനി ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകരുതെന്ന നിർദ്ദേശം KPCC നൽകുകയും ചെയ്തു. അങ്ങനെയാണ് ചർച്ചകൾക്ക് പുരോഗതി ഉണ്ടാകുന്നത്. അത്തരം ചർച്ചകൾ നടന്നു വരുന്നതിനിടയിലാണ് LDF-ന്റെ 3 മേഖലാ ജാഥകൾ നിശ്ചയിക്കുന്നത്. ഒന്ന് MV ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥയും, തെക്കൻ മേഖലാ ജാഥ ബിനോയ് വിശ്വം നയിക്കുന്ന ജാഥയും, മധ്യമേഖലാ ജാഥ ജോസ് കെ മാണിക്കുമായിരുന്നു അതിന്റെ ചുമതല ഉണ്ടായിരുന്നത്. ഫെബ്രുവരി 6-ന് അങ്കമാലിയിൽ ആരംഭിച്ച് 13-ന് ആറന്മുളയിൽ സമാപിക്കുന്ന തരത്തിലായിരുന്നു ഇത്തരത്തിൽ മധ്യമേഖല ജാഥ പ്ലാൻ ചെയ്തിരുന്നത്. ആ ജാഥയുടെ നായക സ്ഥാനം ഏൽപ്പിച്ചു കൊടുത്തിരുന്നത് ജോസ് കെ മാണിക്കാണ്. ഞാൻ നേരത്തെ അതാണ് പറഞ്ഞത്. അതായത് ജോസ് കെ മാണി അത് ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനിടയിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ജാഥയുടെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ജോസ് കെ മാണി പിന്മാറിയിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തേക്ക് വരികയാണ്. ഇതിൽ തനിക്ക് ചില വ്യക്തിപരമായ അസൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ജാഥ നയിക്കാൻ KN ജയരാജിന്റെ പേര്, ചീഫ് വിപ്പ് ജയരാജിന്റെ പേര് മുന്നോട്ട് വെച്ചിരിക്കുന്നു, N ജയരാജിന്റെ പേര് മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. LDF കൺവീനർ TP രാമകൃഷ്ണനെ നേരിട്ട് തന്നെ ഇക്കാര്യം ജോസ് കെ മാണി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല.
ജയരാജ് ആണെങ്കിൽ ആ ജാഥ നയിക്കാൻ അത്തരത്തിൽ കേരള കോൺഗ്രസിന് ആ ജാഥയുടെ ക്യാപ്റ്റൻ സ്ഥാനം നൽകാനാവില്ല. ജോസ് കെ മാണി തന്നെ ജാഥ നയിക്കണമെന്ന നിലപാടിലാണ് CPM ഉള്ളത്. ഇക്കാര്യം LDF കൺവീനർ തന്നെ ജോസ് കെ മാണിയെ അറിയിച്ചു. പക്ഷേ ജോസ് കെ മാണി ഇതിൽ മറുപടി നൽകിയിട്ടില്ല എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. സുനിൽ, അങ്ങനെ സഭയുടെ ഇടപെടലും സഭയുടെ സമ്മർദ്ദവും സഭയുടെ താല്പര്യം കൂടി പരിഗണിച്ചാണ് ജോസ് ഇപ്പോൾ വീണ്ടും കളം മാറ്റി ചവിട്ടുന്നതെങ്കിൽ കുറെ നേരത്തെ തന്നെ ഇതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകണമെന്ന് നമ്മൾ കണക്ക് കൂട്ടുകയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം സഭാ ആസ്ഥാനത്തെത്തി VD സതീശൻ അവിടെ ഒരു ചർച്ച നടത്തിയതിന്റെ വിഷ്വലുകളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അതിനടക്കം ഇത് തന്നെ ആയിരിക്കണം അജണ്ട എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോഴും കുറെ റിസ്ക് എലമെന്റ്സ് ഉണ്ടല്ലോ സുനിൽ. കാരണം ഇങ്ങനെ മുന്നണി വീണ്ടും മാറണമെന്നുണ്ടെങ്കിൽ, LDF വിട്ട് വീണ്ടും UDF വരണമെന്നുണ്ടെങ്കിൽ ഒരു മതിയായ കാരണം പറയേണ്ടി വരില്ല അവർക്ക് അണികളോട്, LDF നേതൃത്വത്തോടൊക്കെ. അപ്പോൾ അത് സംബന്ധിച്ച് അങ്ങനെ വിടണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വിശദീകരണത്തിന്റെ, എന്ത് കാരണത്തിന്റെ പുറത്തായിരിക്കും ജോസും കേരള കോൺഗ്രസ് എമ്മും LDF വിട്ട് UDF വരാൻ തയ്യാറെടുക്കുക? ഈ ചർച്ചകൾ ഇന്ന് ആരംഭിച്ചതല്ല സേഫ്. നമുക്ക് ഓർമ്മയുണ്ടാവും. കാരണം ഇത്തരമൊരു ചർച്ച നടക്കുന്നുവെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് മീഡിയ വണ്ണിന് നൽകിയ അഭിമുഖത്തിൽ UDF കൺവീനർ അടൂർ പ്രകാശ് സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. അത്തരം പ്രാഥമികമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കേരള കോൺഗ്രസ് M വിഭാഗം UDFന്റെ മുന്നണിയുടെ ഭാഗമാകുമെന്ന് അന്ന് തന്നെ UDF കൺവീനർ പറഞ്ഞതാണ്. അതായത് ചർച്ചകൾ തുടങ്ങിയിട്ട് കാലം ഏറെയായിരിക്കുന്നു. ഇനിയുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമുക്ക് ഇതിനൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട്. അത് ഈ മുന്നണി മാറ്റം സംബന്ധിച്ച് കേരള കോൺഗ്രസ് എമ്മിൽ തന്നെ അഭിപ്രായ ഭിന്നതകളുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനമായും പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. അതായത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ വിവാദങ്ങൾക്കിടെ, ഈ ചർച്ചകൾക്കിടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് LDFന്റെ പിണറായി അടക്കമുള്ള മുഖ്യമന്ത്രി അടക്കമുള്ള LDFന്റെ മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ട് തുടരും എന്ന് മാത്രമാണ് റോഷി അഗസ്റ്റിൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത്. ഒരൊറ്റ വരി മാത്രമാണ്, തുടരും എന്നൊരു ഒറ്റ വരി മാത്രമാണ് അതിലുള്ളത്. അതായത് LDFനൊപ്പം തന്നെ നിൽക്കും, മറ്റ് ചർച്ചകൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നാണ് റോഷി പറയുന്നത്.